അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ കുറച്ച് നമ്മുടെ പട്ടാണി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന പച്ചയല്ല സാധനം, വെള്ളയാണിത്. അപ്പോൾ ഇത് നമ്മൾ കുതിർത്ത് ഒരു 8 മണിക്കൂറോളം നമ്മൾ കുതിർത്തെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിരിക്കുന്നതാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ്, 2 ഉരുളക്കിഴങ്ങ്, രണ്ടാണ് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെ നമ്മൾ പുഴുങ്ങി എടുത്തിരിക്കുക. അപ്പൊ ഈ സംഭവം വെച്ച് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വെറൈറ്റി സാധനമാണ്. അപ്പൊ ഇതിനൊരു ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വളരെ എളുപ്പം നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ ഈ സംഭവം. എളുപ്പം ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്. ആദ്യത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നമ്മുടെ ഈ ഇതില്ല പട്ടാണി എടുത്ത് വെച്ചിരിക്കുന്നത് അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് കുതിർത്തെടുക്കണം, അല്ലെങ്കിൽ ഇത് വേകാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും. നന്നായിട്ട് വേഗവും വേണം. അതെ, ഇതിനെ നമുക്ക് ഈ ഷേപ്പ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത് കാരണം ഇച്ചിരി 2 വിസിൽ കൂടുതൽ അടിച്ചാലും ഒരു പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞ് കിട്ടുന്നുണ്ട്, അത്രയും നല്ലതാണ്. അപ്പൊ ഇതൊന്ന് നമുക്ക് അപ്പൊ അതിന്റെ കൂട്ടത്തില് നമുക്ക് കുറച്ച് പെരുംജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ജീരകത്തിന്റെ പൊടി. ഇതൊക്കെയാണ് അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സാധനം കൂടെ എടുക്കാനുണ്ട്, ഞാൻ എടുക്കാൻ മറന്നുപോയി. മഞ്ഞളിന്റെ പൊടി. ശരിയാ, മഞ്ഞപ്പൊടി. അത് നമുക്ക് അപ്പൊ നമ്മള് ക്യാമറമാനെ കൊണ്ട് എടുപ്പിക്കാം. മഞ്ഞപ്പൊടി നേരത്തെ എടുത്തൊക്കെ മറന്നത്. അതന്നെ. അപ്പൊ ഇത്രയും സാധനം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വേകുന്ന സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതെ, ഇപ്പൊ നമുക്ക് ഉപ്പൊന്നും ഇടണ്ട കേട്ടോ. ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഉപ്പിടാതെ അങ്ങ് വേവിച്ചാൽ മതി. നല്ല രീതിയിലൊക്കെ വെന്തോട്ടെ. അതെ, ബിസിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അതോടെ ഇരുന്ന് വെന്തോട്ടെ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊരു ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അതിന്റെ കൂട്ടത്തില് വേറൊരു സംഭവം കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വളരെ നമ്മൾ കണ്ടല്ലോ, എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തീരാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഇതിനൊരു ചട്നി വേണം. അപ്പൊ ആ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി നമ്മള് കുറച്ച് മല്ലിയിലയും നമ്മുടെ പുതിനയിലയും പിന്നെ നമ്മുടെ പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു 4-5 ചെറിയ പീസുകൾ ഇഞ്ചി അത്ര എടുത്തിട്ടുണ്ട്. അതെ, അത്ര ഇഞ്ചി. അപ്പൊ ഇത് നമുക്കുണ്ടല്ലോ മിക്സിയിൽ ഇട്ടിട്ട് നമുക്ക് ഇത് ഒന്ന് മഷി പോലെ അരച്ചെടുക്കണം. അപ്പൊ ഇത് അരയ്ക്കുന്ന സമയത്തെ 1-2 ഐസ് കട്ടയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ കളർ മാറാതിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് കറുത്ത് ആ ഒരു മിക്സിയുടെ ചൂട് വരത്തില്ലേ, അപ്പൊ ആ ഒരു ചൂടില് ഇത് കറുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഐസ് ക്യൂബ് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിന്റെ തൊലി കളഞ്ഞിട്ട് ഇതൊന്ന് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി നടന്നത്. അപ്പൊ ഇത്ര സംഭവം ചെയ്തിട്ട് നമുക്ക് അപ്പൊ ആ നേരത്ത് ഇത് വേഗം ചെയ്യും. അപ്പൊ നമുക്കിത് വെന്തിട്ട് കാണാം. അപ്പൊ നമ്മൾ തന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഒരു മാവിന്റെ എന്താ പറയുക രൂപത്തിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നമ്മുടെ പട്ടാണി മട്ടർ നമ്മൾ വെന്ത് അപ്പൊ തണുക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പൊ ഇനി നമുക്ക് നമ്മൾ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ഓയിലാണ്, വെളിച്ചെണ്ണ അല്ല, നമ്മുടെ സാധാരണ സൺഫ്ലവർ. ഇത് നമ്മളിത് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഒരു സ്ട്രീറ്റ് ഫുഡാ, മുംബൈ സ്ട്രീറ്റ് ഫുഡ്. ഇത് സംഭവം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനൊന്നും കാണുമ്പോ വലിയ ലുക്കില്ലെങ്കിലും ആള് പുലിയതല്ല. ഇത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതാണ് നമ്മുടെ ഒരു എന്താ പറയുക. അതെ, ക്രൊയേഷ്യ ആസ്ഥാനമാക്കിയ ഒരു ടേസ്റ്റ് ഗൈഡ് അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു സംഘടനയുണ്ട്. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നതാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ഫുഡാണ്. അതെ, ഒരു 4-5 മുംബൈ സ്ട്രീറ്റ് ഫുഡിൽ ഒരു 4-5 എണ്ണത്തിൽ അവർ പറയുന്നത്. ഒന്ന് വടാപ്പാവ്, പിന്നെ നമ്മുടെ എന്താ പറയുക പാവ് ഭാജി, പിന്നെ ഈ സാധനം, പിന്നെ എന്തായിരുന്നു നമ്മളുണ്ടല്ലോ ഒരൈറ്റം ഉണ്ട്. ഞാൻ ഈ മുളക് വന്നിട്ടോട്ടെ. അതെ, മുളക് ഇടുമ്പോ ഉണ്ടല്ലോ പച്ചമുളക് നല്ല ചെറുതായിട്ട് കുനുവലരിഞ്ഞ് ഇടുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ സ്വല്പം മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുക. ഇതിന്റെ ഈ പാറ്റീസ് നമുക്ക് മഞ്ഞ കളറിലും കിട്ടും, വെള്ള കളറിലും കിട്ടും. വെള്ള കളറാണ് നമുക്ക് താല്പര്യമെങ്കിൽ മഞ്ഞപ്പൊടി ഇടണ്ട, അല്ലെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടി ഇടാം. നമ്മള് ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഈ സാധനത്തിന് നമ്മളിവിടെ പറയുന്ന പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഗഡ പാറ്റീസ് എന്നാണ് കേട്ടോ. അപ്പൊ ഈ നമ്മളിപ്പം നമ്മൾ റഗഡയുടെ പകുതി സംഭവം ചെയ്ത് വെച്ചത്, അതായത് ആ പട്ടാണി വെന്ത് വെച്ചില്ലേ,
അപ്പൊ അതാണ് നമ്മുടെ റഗഡ എന്ന് പറയുന്ന സംഭവം. അപ്പൊ അതിന് കൂടെ നമുക്കൊരു സ്വല്പം ഇഞ്ചി നമ്മൾ ചുമ്മാ ഇങ്ങനെ കുഞ്ഞൊരു പീസ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. ഉരുളക്കിഴങ്ങ് ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കണം. നമ്മൾ ആ പട്ടാണിക്കകത്താണേലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ ഇനി ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്, നമ്മുടെ മല്ലിയില. അപ്പൊ ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. അപ്പൊ അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ എന്താ പറയുക ഇഞ്ചി മുളക് സാധനങ്ങളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് നമ്മുടെ സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കാര്യം ചൂടാണ്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പൊ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, ഇപ്പൊ നമുക്ക് ഈ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാല് ഒരു നമ്മുടെ മാവിന്റെ ഒരു പരുവത്തിൽ കിട്ടുന്നില്ലേ. പക്ഷെ ചില ഉരുളക്കിഴങ്ങ് നമ്മൾ വെന്ത് കഴിയുമ്പോഴല്ലോ ഇച്ചിരി കൂടെ വെള്ളം കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നമുക്ക് ഉരുളക്കിഴങ്ങ് കിട്ടുന്നെങ്കിൽ നമുക്ക് ബ്രെഡിന്റെ ആ ഒരു അരിക നല്ല ബ്രൗൺ ആയിട്ടുള്ള അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ബാക്കി പോർഷൻ ഇതിനകത്ത് സ്മാഷ് ചെയ്ത് ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അവനില്ലേ അവനൊന്ന് നനച്ച് അത് ഇതാക്കിയതിന് ശേഷം പിടിക്ക ഒരു നമുക്കിങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിൽ ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ അതുപോലെ ആക്കി കിട്ടും. അപ്പൊ ഇന്ന് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഈ സാധനം ഒന്ന് മാറ്റി ഇത് തണുക്കണം. തണുക്കുന്ന ആ നേരത്ത് നമുക്ക് ബാക്കി നമ്മുടെ ഈ റഗഡയുടെ ബാക്കി പരിപാടി ചെയ്യാം. പിന്നെ നമുക്ക് മറ്റേ ചട്നിക്ക് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതും ഒന്ന് അരച്ചെടുക്കണം. അപ്പം എന്താ പറയുന്നത്, ഇത് മാറ്റി വെക്കാം. അപ്പൊ നമ്മളതുണ്ടല്ലോ നമ്മുടെ പട്ടാണി എന്ന് പറയുന്ന സാധനം നമ്മൾ തുറന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒന്നുകൂടെ തീ കത്തിച്ചു. ഇനി നമുക്ക് ഇതിനകത്തൊരു വേറെ ഐറ്റം നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. നമുക്ക് ഈ കുക്കറിൽ തന്നെ ബാക്കി പ്രോസസ്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ റഗഡയുടെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, ഒരു നുള്ള് മല്ലിപ്പൊടി നമുക്ക് നേരത്തെ വേണമെങ്കിൽ ചേർക്കാം. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ ചേർക്കാവേ. അപ്പൊ അത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളകിയിട്ട് നന്നായിട്ട് തിളക്കണം. കാര്യം ഇത് നന്നായിട്ട് വേഗണം ഈ സാധനം കേട്ടോ. അപ്പൊ ആ നേരത്തെ നമ്മൾ കുറച്ച് നമ്മുടെ കുഞ്ഞായിട്ട് അരിഞ്ഞ മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് ഉടച്ചെടുക്കണം. ഇത് നമ്മൾ ഈ പൊട്ടറ്റോ മാഷറാണ്. പൊട്ടറ്റോ മാഷർ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ തവി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മാഷ് ചെയ്ത് നമ്മുടെ ആവശ്യം എന്താന്ന് വെച്ചാല് ഇത് അത്യാവശ്യം ഒരു കുറച്ചൊരു തിക്കായിട്ട് കിട്ടണേ. നമ്മൾ ആദ്യം തന്നെ ഇതുണ്ടല്ലോ വേവിക്കുമ്പോ നമ്മൾ ഇതിന്റെ ഷേപ്പ് ആ ഉണ്ട ഷേപ്പ് ഒന്നും കിട്ടണമെന്നൊന്നും ഒരു ഇതുമില്ല. എത്രയും എന്തായാലും ഒരു കുഴപ്പമില്ല. അപ്പൊ അത് ആ ഒരു കുറച്ച് എണ്ണം മാത്രം ആ ഒരു ഷേപ്പിലും കിടക്കട്ടെ. ബാക്കിയൊക്കെ നമുക്ക് ഉടച്ചെടുക്കാം. ഇങ്ങനെ ഞെക്കി ഉടച്ച എടുത്താൽ മതി. അപ്പൊ ഈ നമ്മൾ വെന്ത് കഴിയുമ്പോണ്ടല്ലോ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഇത് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മള് വേറെ വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല. കാരണം നമ്മൾ ആദ്യം എടുത്ത അത്രയും വെള്ളത്തിന്റെ തന്നെ ആവശ്യമുള്ളൂ. അത്യാവശ്യം നമ്മളൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് അതായത് ഇത് ഒരു 6 മണിക്കൂറൊക്കെ മിനിമം ഈ സാധനം ഒന്ന് കുതിർത്തെടുക്കണം. അപ്പൊ പെട്ടെന്ന് സംഭവം റെഡി ആയി കിട്ടും. ഇതുണ്ടല്ലോ നമ്മുടെ ഈ ഒരു 17,000 നഗരങ്ങളില് അവര് പരീക്ഷിച്ചു നോക്കിയിട്ട് മുംബൈക്ക് 5ാം സ്ഥാനം നേടിക്കൊടുത്ത ഒരു വിഭവമാണ്. അപ്പം നമ്മള് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം. മുംബൈയിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെന്താ അപ്പം ചോദിക്കും ഇത് നമ്മുടെ സാധാരണ എന്താ പറയുക ഗ്രീൻ പീസ് ആണെങ്കിലും പറ്റുമോ? പക്ഷെ ഇതാണ് അതിന്റെ ഒരു യൂണിക് എന്ന് പറയുന്നത്. ഈ സ്ട്രീറ്റ് ഫുഡിൽ കിട്ടുമ്പോ ഉണ്ടല്ലോ ഈ വെള്ളപ്പട്ടാണിയാണ് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഒന്നും കിട്ടാൻ മാർഗമില്ലെങ്കിൽ പച്ചപ്പട്ടാട്ടി വെച്ചും ശ്രമിച്ചു നോക്കുക. അതെ, ഇത് കിട്ടും. ഇതിപ്പോ എല്ലാ കടകളിലും ഉള്ള സാധനം, കോമൺ ആയിട്ട് കിട്ടുന്ന സാധനം. അപ്പൊ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന് നന്നായിട്ട് തിളച്ച് അത്യാവശ്യം കൊഴുത്തിൽ ഒന്ന് കുറുകി കിട്ടണം. ഒരുപാട് അങ്ങ് കടയിലൊക്കെ അവരുണ്ടല്ലോ കുറച്ച് ഉരുളക്കിഴങ്ങ് വെന്ത് അതും കൂടെ ചേർക്കും. അപ്പം പെട്ടെന്ന് അങ്ങ് കുറുകി കൊഴുപ്പ് കിട്ടും. അപ്പൊ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ അത്യാവശ്യം ഈ ഒരു പട്ടാണിയുടെ കൊഴുപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഇതൊന്ന് വറ്റി റെഡി ആകട്ടെ. അത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പൊ നമ്മുടെ ഈ സംഭവം നല്ല സെറ്റപ്പായി റെഡിയായി ഇരിപ്പുണ്ട്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ എന്താ പറയുന്നത് റെഡിയാക്കിയ നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ കൂട്ടില്ലേ, അത് നമ്മളിത് ഈ ഷേപ്പിൽ നമ്മളെ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ നമ്മുടെ ദോശക്കല്ലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഫ്രൈ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും ഫ്രൈ പാൻ ആയാലും മതി. ഇതിന്റെ അകത്തൊരു പ്രത്യേകത വെച്ചാൽ അധികം എണ്ണ വേണ്ട, അല്ലാതെ വേണം നമുക്കിതൊന്ന് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് എടുക്കുക മാത്രമേ ഉള്ളൂ പരിപാടി. അപ്പൊ നമ്മുടെ എണ്ണ അതിന്റെ പാട്ടിന് പോകുക. നമ്മുടെ സ്റ്റൗവിന് ചെറിയൊരു സ്റ്റൗവും നമ്മുടെ ദോശക്കല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണക്ക് അതല്ലേ ചെറിയൊരു ചരിവുണ്ട്. പുഷ്പം പോലെ പുഷ്പം. അപ്പൊ ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇട്ടിട്ട് ഓരോ സൈഡും തിരിച്ച് മറിച്ച് പൊട്ടിപ്പോരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് തന്നെയല്ല, ഇത് വറുത്ത് അങ്ങ് കിട്ടണ്ട കേട്ടോ. അത് ആ ഒരു നമ്മൾ വിചാരിക്കണ്ടേ ഇതൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്താൽ അത് വേണ്ട. നമുക്ക് അതിന്റെ പുറമെ ഉണ്ടല്ലോ ഒന്ന് എന്താ പറയുന്നത് ഒന്ന് അത്രേ ഉള്ളൂ ഇതിനകത്ത് പരിപാടി. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും. ഒത്തിരി ഫ്ലെയിം വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിന്ന് രണ്ട് സൈഡ് തിരിച്ച് മറിച്ചും ഹാൻഡിൽ വിത്ത് കെയർ. അതെ, ഒരു ഗോൾഡൻ കളർ കിട്ടണം, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഏകദേശം നമ്മുടെ പരിപാടികൾ തീരാറായി. ഇനി നമുക്കിതിന് ചട്നി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് തിരിച്ചു മറിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അതെ, അപ്പൊ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയാണ്. അപ്പൊ അതേ നമ്മളുടെ എന്താ പറയുന്ന ഉരുളക്കിഴങ്ങ് പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് തിരിച്ചിടാം. ഇതേ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഒത്തിരി എണ്ണയ്ക്കകത്ത് മറക്കരുത്, ഇത് പൊട്ടി പൊടിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇതാ ഈ അതെ ഫ്രൈ പാനകത്ത് ജസ്റ്റ് ഒന്ന് എണ്ണ തടവിയിട്ട് അങ്ങ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് ഇതുപോലെ ഒരുപാട് അങ്ങ് മൂത്ത് പോയത് ചെറിയ ഓൾറെഡി ഇതിന്റെ അത് മുഴുവൻ ഇൻഗ്രീഡിയന്റ് നന്നായിട്ട് വെന്തതാണ്. അപ്പൊ പിന്നെ നമുക്ക് ആ ഷേപ്പ് ഒന്ന് കിട്ടാനും പിന്നെ ഒരു മുരുമര എന്നുള്ള എഫക്ട് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇതേ നമ്മളിവിടെ നമ്മുടെ മിക്സിയുടെ ജാർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നേരത്തെ ചട്നിയുടെ കൂട്ട് നമ്മൾ കാണിച്ചായിരുന്നു. അപ്പൊ ഇനി അതൊന്ന് അരച്ചെടുക്കണം. അപ്പൊ നമ്മുടെ മല്ലിയില ഇതും കൂടെ ഉണ്ടെങ്കിൽ ആണ് ഇതിന്റെ ഒരു തനതായ രുചി വരുന്നത് കേട്ടോ. നമ്മൾ കടയിൽ ചെല്ലുമ്പോണ്ടല്ലോ ഒരു മധുര ചട്നി കൂടെ കിട്ടും, മീഠ ചട്നി കൂടെ കിട്ടും. അതും നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോ അത് ചെയ്യുന്നില്ല, ഒത്തിരി നേരം. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഒരു കഷ്ണം നമ്മുടെ ഐസും കൂടെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ പുതിനയും മല്ലിയിലയൊക്കെ നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് കറുത്തു. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തൊരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം. ഈ മുളക് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇത് അത്യാവശ്യം നല്ല ഇച്ചിരി അതിപ്പം മേലെ എരിയുള്ള സാധനമാണ്. ഒരു ഐസ് ക്യൂബ് കൊടുത്താണ്. നമുക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അത്രയുള്ള പരിപാടി. ഒരുപാട് അങ്ങ് നീണ്ടു പോകണ്ട, ഒരു ശക്കലം വെള്ളം വേണം നമ്മൾ ചേർത്തെടുക്കാം. നമ്മുടെ ഐസിന്റെ സുലഭം ഭയങ്കരമായിട്ട് കട്ടിയായിപ്പിക്കും. ഒന്നാമത്തെ തണുപ്പുമാണ്, പിന്നെ അതിന്റെ കൂടെ രുചി കൂടുതലാണ് മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അപ്പൊ അരച്ചിട്ട് നെയ്താൻ വെച്ചിട്ട്. അപ്പൊ നമ്മുടെ ചട്നി നല്ല അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്തുമാത്രം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് നമുക്ക് ഇതിന്റെയൊക്കെ അളവൊക്കെ കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പൊ ഇതുണ്ടല്ലോ പ്ലേറ്റ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്ത് കടയില് 2 എണ്ണം തരുന്നത്, എന്നാലും നമുക്കൊരു 4 എണ്ണം വെച്ചേക്കാം, കുറയ്ക്കണ്ട. ഒരു പ്ലേറ്റിൽ 2 എണ്ണം, ചിലത് 4 എണ്ണം കിട്ടും കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് വിലയ്ക്ക് വേരിയേഷൻ ഒക്കെ വരും. ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് നമ്മുടെ അതങ്ങോട്ട് ഒഴിക്കുക. അത്യാവശ്യം നല്ല ചൂടാകട്ടെ. ഇച്ചിരി റിച്ച് ആയിട്ടിരുന്നോട്ടെ. അതെ. ഇനി നമുക്ക് ചട്നി ഹര ചട്നി എന്ന് പറയുന്നത് കേട്ടോ. പച്ചക്കളറില് അത് നമുക്ക് ഇതിന്റെ മണ്ടയ്ക്കോട്ട് വേണമെങ്കിലും ഇങ്ങനെ വേണമെങ്കിലും നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ താല്പര്യം പോലെ. നമുക്ക് മേമ്പൊടിയായിട്ട് കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ ഉള്ളി, ചില സ്ഥലത്തൊക്കെ മറ്റേ നമ്മുടെ എന്താ പറയുന്ന പോമോഗ്രാനൈറ്റിന്റെ ഇതില്ലേ, ഈ എതളല്ലേ എന്താ പറയുന്നത്, അല്ലികൾ, അത് കൂടെ ചില സ്ഥലത്ത് ഇട്ട് തരും. അപ്പൊ മീഠ ചട്നിയുടെ കൂടെ അത് ഒരു രസമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ റഗഡ പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് എന്താ പറയുന്നത് മുംബൈ സ്ട്രീറ്റ് ഫുഡ്, അതായത് മുംബൈ എന്നല്ല വേൾഡിലെ കുറെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതുപോലെ
5ാം സ്ഥാനമാണ് മുംബൈക്കുള്ളത്. അവിടുത്തെ 5 വിഭവങ്ങളുടെ ഒരു ഐറ്റമാണ്. അതായത് വടാപ്പാവ്, ബേൽപൂരി, റഗഡ പാറ്റീസ്, പിന്നെ പാനിപൂരി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം ഈ സംഭവം. മുംബൈയിലുള്ളവർ രുചിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ടും, അതിനകത്ത് യാതൊരു തർക്കമില്ല. കാര്യം വെച്ചാൽ അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം ഒന്ന് പരിചയപ്പെടുത്തിയത്. അപ്പം വീട്ടിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ഉണ്ടാക്കി കഴിയും. പിന്നെ ഇപ്പം ചിലപ്പം ഉണ്ടല്ലോ ഈ ഒരുപാട് നോർത്ത് ഇന്ത്യൻ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ സ്ട്രീറ്റിൽ കിട്ടാൻ സാധ്യത. വടാപ്പാവൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒന്നും കിട്ടാൻ സാധ്യതയുണ്ട്, ഇല്ല നമ്മൾ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ്. അതായത് എന്താ പറയുക, റെക്കോർഡ് കിട്ടിയൊരു സാധനമാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കുക, കഴിച്ചു നോക്കുക, ടേസ്റ്റ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടെ ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ എന്താ ആ ബെല്ലൈക്കണും കൂടെ ഓൺ ചെയ്ത് റെഡിയാക്കിയൊക്കെ നിർത്തുക. അതും കൂടെ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള നല്ല അടിപൊളി രുചികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.